അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയൊരു സലാത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇൻഷാ അല്ലാഹ് ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നത് പോലെ തന്നെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇരുൾ മൂടിയ നമ്മുടെ എല്ലാ മേഖലകളെയും അല്ലാഹു വെളിച്ചമുള്ളതാക്കി തരും. അത്ര നല്ല ഒരു സലാത്താണ് അല്ലേ. നമ്മുടെ മുമ്പിൽ ഒരുപാട് അടഞ്ഞ വഴികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴികൾ മുഴുവനും തുറന്നു തരുന്ന ഒരു നല്ലൊരു സലാത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സലാത്ത് എന്തിനും പരിഹാരമാണ്. സലാത്ത് ചൊല്ലുന്നവന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സലാത്ത് ചൊല്ലുന്നവന്റെ ജീവിതത്തിൽ ഒരിക്കലും വിഷമങ്ങൾ കടന്നു വരികയില്ല. സലാത്ത് എന്തിനും പരിഹാരമാണ്. അല്ലാഹുവേ, സകല വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ്. പക്ഷെ ഇന്നത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു കാര്യമാണ്. അവർ നാവുകൾ സലാത്ത് കൊണ്ട് ചലിക്കുന്നില്ല. പക്ഷേ നേരെ മറിച്ച് 24 മണിക്കൂർ മറ്റുള്ളവരുടെ പരിദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അങ്ങനെയുള്ള പരിദൂഷണം പറയലും ഭീഷണി പറയലും ഒക്കെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങൾ കടന്നു വരാനൊരു കാരണമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ സലാത്ത് ചൊല്ലി നോക്ക്. എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്താൽ പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് പ്രസന്നതനാവുകയാണ്. റസൂലുള്ളാഹി സന്തോഷം കൊണ്ട് മുഖത്തൊരു വല്ലാത്ത സന്തോഷം, കവിൾത്തടങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, ഇത്രയും നാളായിട്ട് ഇതുപോലെ സന്തോഷിച്ച ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല യാ റസൂലല്ലാഹ്. എന്താണ് നബിയെ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ ഇവിടെ വന്ന് പോയതേയുള്ളൂ. ഒരാൾ എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ, ഒരാൾ എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അല്ലാഹു അവന് നൽകപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സന്തോഷിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ വെറുതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരൊറ്റ സലാത്ത് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു 10 പ്രതിഫലങ്ങൾ നമുക്ക് നൽകപ്പെടുകയാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു പോയതേ ഉള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് പറഞ്ഞു, നബിയെ തങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് പറയുകയാണ്, ഒരു സലാത്ത് ചൊല്ലിയാൽ 10 തിന്മകൾ അവന് അല്ലാഹു മായ്ക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രതിഫലങ്ങൾ അല്ലാഹു 10 പ്രതിഫലങ്ങൾ അല്ലാഹു അവന് നൽകപ്പെടുന്നതാണ്. 10 സ്ഥാനങ്ങൾ അല്ലാഹു അവന് നൽകുന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ചകൾ നൽകപ്പെടുന്നതാണ്. സലാത്തിന്റെ മഹത്വം ചെറുതല്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു അവന് സ്ഥാനമാനങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. ലോകത്ത് ആര് നിശ്ചയിച്ചാലും അവനെ താഴ്ത്താൻ കഴിയുകയില്ല. കാരണം സലാത്തിന്റെ പവർ അത്രത്തോളമാണ്. അത് മാത്രമല്ല, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ ദുആ ചെയ്യുകയാണ്. ആ സലാത്ത് ചൊല്ലുന്നവന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ മലക്കാരാണെന്ന് ജിബ്രീലിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഒരു സലാത്ത് നീ ചൊല്ലിയ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ജിബ്രീലേ, ആ മലക്കാരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അതിനുവേണ്ടി അല്ലാഹു ഒരു പ്രത്യേക മലക്കിനെ റഹ്മാനായ റബ്ബ് ആ സമയത്ത് ഒരു സലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു പുനർജന്മം നൽകുകയാണ്. നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു നിയോഗിക്കുകയാണ്. അപ്പൊ നീ ഒരു സലാത്തിലുള്ള ഗുണങ്ങൾക്ക് മനസ്സിലായോ? നന്മകൾ അധികരിക്കുകയും തിന്മകൾ മാറ്റപ്പെടുകയും നിന്റെ പദവിയിൽ അല്ലാഹു ഉയർച്ച നൽകപ്പെടുകയും അതുപോലെ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിനക്ക് കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു സലാത്തിലേറുള്ള ഗുണം മനസ്സിലായോ? അപ്പൊ നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ ചൊല്ലേണ്ടിയുള്ള സലാത്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, പടച്ചവനെ എല്ലാ വ്യാഴാഴ്ചയും നമ്മളെ പള്ളിയിലെ സലാത്ത് ഉണ്ടല്ലോ അല്ലേ? സുബ്ഹാനല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വ്യാഴാഴ്ച സലാത്ത് ചൊല്ലിയാൽ മതിയോ? ഹബീബായ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾ സലാത്ത് ചെല്ലാൻ എത്രത്തോളം ആഗ്രഹിച്ചു നമുക്കറിയാം. ഒരിക്കൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ മേൽ ധാരാളം സലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു യാ റസൂലല്ലാഹ്. ഞാൻ സലാത്ത് ചൊല്ലിക്കോട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ധാരാളം സലാത്ത് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ധൈര്യമായി ചൊല്ലിക്കോ, എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? ഒരു മാസ സലാത്ത് ചൊല്ലിയാൽ മതി എന്നാണോ? അല്ലെങ്കിൽ ആഴ്ച ചൊല്ലിയാൽ മതി എന്നാണോ? നോക്കാം നമുക്ക്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് എത്ര സലാത്ത് വേണമെങ്കിലും ചൊല്ലിക്കോ എന്ന്. അപ്പോൾ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ എത്രയാണ് നബിയെ ചൊല്ലേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നീ ഉദ്ദേശിച്ചത് എത്രയാണോ നീ ചൊല്ലിക്കോ. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ദിവസത്തെ 4 ആക്കി മാറ്റിയിട്ട് 4 ചൊല്ലിയാൽ മതിയോ യാ റസൂലല്ലാഹ്? 24 മണിക്കൂർ 4 ആക്കി മാറ്റിയിട്ട് 4 ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ആഴ്ച ചൊല്ലിയാൽ മതിയെന്നല്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ ഉദ്ദേശിച്ചത് എത്രയാണോ അത്രയും ചൊല്ലിക്കോ. നീ 4 അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. സുബ്ഹാനല്ലാഹ്. സുഹൃത്ത് പറയാണ്, 4 നീ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ ദിവസത്തിന്റെ പകുതി സമയം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, 24 മണിക്കൂർ 2 ഭാഗിച്ചിട്ട് ദിവസത്തിന്റെ പകുതി സമയം സലാത്ത് ചൊല്ലിക്കോട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് എത്രയോ ചൊല്ലിക്കോ. ദിവസത്തിന്റെ പകുതിയേക്കാൾ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ദിവസത്തെ 2 ഭാഗിച്ചിട്ട് നബിയെ പകുതി ചൊല്ലിട്ട് എന്ന് വെച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, നിനക്ക് എത്രയാണോ ചൊല്ലിക്കോ ഇഷ്ടം, പക്ഷേ കുറച്ചുകൂടെ കൂട്ടിയാൽ അത് നിനക്ക് ഖൈറാണ് കഅബേ, അത് നിനക്ക് നല്ലതാണ്, നിനക്ക് ഖൈറാണ്. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ദിവസത്തിന്റെ പകുതിയേക്കാൾ ചൊല്ലിയാൽ അത് നല്ലതാണെന്ന് മനസ്സിലായി. ഉടൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, പൊന്നാര നബിയേ, ദിവസം മുഴുവനും ഫർദായ കാര്യങ്ങൾക്ക് വേണ്ടി, ഫർദായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ദിവസം മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലിക്കട്ടോ നബിയേ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ദിവസം മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലിക്കോട്ടെയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ സമയം പറഞ്ഞു കൊടുക്കുകയാണ്, നീ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ് കഅബേ, നിന്റെ ടെൻഷൻ അല്ലാഹു മാറ്റുന്നതാണ്, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു എടുത്തു കളയുന്നതാണ്, നിന്റെ നൊമ്പരങ്ങളും നിന്റെ ദാരിദ്ര്യങ്ങളും നിന്റെ കഷ്ടപ്പാടുകളും നിന്റെ ദുരിതങ്ങളും നിന്റെ വേദനകളും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു കളയുന്നതാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ തടസ്സങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ്. ഒരുപാട് ഉമ്മമാര് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. ഒരുപാട് പേര് വാതു കേൾക്കുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഒരു പരിഹാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എത്രത്തോളം സലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്ത് നിങ്ങൾ ചെല്ലണേ. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ചെറിയ സലാത്താണ്. ഈ സലാത്ത് ചെല്ലുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലുള്ള ഇരുൾ മൂടിയ മേഖലകളെ അല്ലാഹു തുറന്നു തരുന്നതാണ് ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയ ഒരു സലാത്താണ്. ഈ സലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചോ, നിങ്ങളെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. ഒരു ചെറിയ സലാത്താണ്. മുറുകെ പിടിച്ചോ മുഅ്മിനീങ്ങളെ. നിങ്ങളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. നിങ്ങളെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. വലിയ വിജയം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്.
അത്ര നല്ല ഒരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ സലാത്ത് നിങ്ങൾ ആരും ചൊല്ലാതിരിക്കല് വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. കടമുള്ളവർ, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പല മേഖലകളിൽ ഇരുൾ മൂടിക്കിടക്കുന്നവരുണ്ട്, അല്ലെ? ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നവരുണ്ടല്ലേ? ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളുടെ വിവാഹം, ഭവനം, അതുപോലെ തന്നെ കടങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഈ സലാത്ത് ഒരു ചെറിയ സലാത്താണ്. നിയ്യത്താക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോ. നിങ്ങളുടെ നാവുകൾ ഈ സലാത്ത് കൊണ്ട് നിങ്ങൾ ചലിപ്പിച്ചോ. നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിക്ക് ഇൻഷാ അല്ലാഹ് വലിയ വിജയം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ സലാത്ത് നമുക്ക് നോക്കാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുപാട് ചൊല്ലിയ സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ നൂരി വഅഹ്ലിഹി, 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 അല്ലാഹുമ്മ സല്ലി അലാ നൂരി വഅഹ്ലിഹി. ഈ സലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ധാരാളം ചൊല്ലിയ സലാത്താണ്. നിങ്ങളുടെ ഇരുൾ മൂടിയ വഴികളൊക്കെ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അത് മാത്രമല്ല, മുത്ത് ഹബീബിന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ലേ, ഒരു സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹു 10 നന്മകൾ അധികരിപ്പിച്ചു തരുകയാണ്, 10 തിന്മകൾ മായ്ക്കപ്പെടുകയാണ്, 10 പദവി അല്ലാഹു നിനക്ക് ഉയർത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നിന്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുകയാണ്. അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെല്ലണം. ഇതൊരു ചെറിയൊരു സലാത്തിനെയാണ് പരിചയപ്പെടുത്തിയത്. ഇനി ഒരുപാട് സലാത്തുകൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചെല്ലാനും അതൊക്കെ പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദിനാ ولمشايخنا ولأساتذتنا ولأحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ربما كما ربونا صغارا. أرحم الراحمين يا الله. ഞങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നതിന്റെ ആ സലാത്തിന്റെ മധുകളാണ് പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതില്ല. ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കിട്ടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലർക്കും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നു അല്ലാഹ്, പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മക്കളുണ്ട് അല്ലാഹുവേ, അവർ സാലിഹീങ്ങളായ ഇണകളെ അല്ലാഹുവേ അവർ തിരക്കുന്ന റബ്ബേ, അവർക്ക് നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ്, നീ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹുവേ, അവർ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, കടം കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, കടങ്ങളൊക്കെ വിടാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ഇറങ്ങുന്ന വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ കച്ചവടങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭൂമിയുടെ വാടുകളൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. എല്ലാത്തിനും ഖൈറുകൾ നൽകണേ അല്ലാഹ്. ശർറുകൾ തട്ടി നീക്കണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവരെയും കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.